ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാൽക്കപ്പയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി 2 കിലോ കപ്പ ഞാൻ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കാൻ അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കി വെന്തോ എന്ന് ഉടച്ചു നോക്കണം. ഇനി നമ്മളിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. ഒരു 12 അല്ലി ചുമന്നുള്ളിയും 4 പച്ചമുളകും ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കാം. ഒരു തേങ്ങയുടെ 1/4 പാലും 2/2 പാലുമായി ഒരു 4 കപ്പ് തേങ്ങാപ്പാൽ എടുക്കണം. നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി പുല്ലാടൻ കപ്പയാണ്. പുല്ലാടൻ കപ്പയെ പറ്റി കേട്ടിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇനി നമ്മൾ ആ വെള്ളമൊക്കെ ഊറ്റി അതേ പാനിൽ തന്നെ വെച്ച് ചതച്ച് വെച്ച അരപ്പതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ തവി വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒരുപാടങ്ങ് കുഴച്ചെടുക്കരുത്. ചെറിയ കഷ്ണങ്ങളൊക്കെ വേണം പാൽക്കപ്പയ്ക്കകത്ത് കിടക്കാൻ. നന്നായിട്ടിതൊന്ന് ഉടച്ച് നല്ല ഒരു പരുവമായതിന് ശേഷം നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി വേണേൽ ചേർത്ത് കൊള്ളണം. ചൂടുവെള്ളം കൂടി വേണേൽ ചേർത്ത് കൊടുക്കാം. കാരണം ഇതൊന്ന് നെകക്കെ കിടക്കണം. ഇത് ഇരിക്കും തോറും ഈ കപ്പ കുറുകി വരും. ഇത്രയേ ഉള്ളൂ. ഇനി പെട്ടെന്ന് ഇതിലേക്കൊരു വറുത്തിടാനുള്ളതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പാൽക്കപ്പ റെഡിയായി കഴിഞ്ഞു. വറുത്തിടുന്നതിന് വേണ്ടി നമ്മൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ തന്നെ എടുക്കണം കടുക് താളിക്കാൻ. ആ വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച് ആവശ്യത്തിനുള്ള വറ്റൽമുളക്, ഒരു 5 അല്ലി ചുമന്നുള്ളി, അത് മൂത്ത് വരുമ്പോൾ ഫ്രഷായ കറിവേപ്പില ഇതും കൂടി ചേർത്ത് കടുക് താളിച്ച് നമ്മൾ ഈ പാൽക്കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏത് നോൺ വെജിൻ്റെ കൂടെ ഇത് കഴിക്കാൻ പറ്റും. മീൻ കറിയോ ബീഫ് കറിയോ ചിക്കൻ കറിയോ എന്തായാലും അടിപൊളിയാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്നമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.